ഹായ് കൂട്ടുകാരെ, ഞാൻ കുറേ ദിവസങ്ങളായി, കാരണം ഒരു 1.5 മാസമാവും വീഡിയോകളൊക്കെ ഇട്ടിട്ട്. കാരണം അച്ഛൻ നമ്മളെ വിട്ട് പോയിട്ട്, അച്ഛൻ ജൂൺ 8-ാം തീയതി നമ്മളെ വിട്ട് പോയി. അപ്പോൾ അതൊരു നമുക്കൊരിക്കലും താങ്ങാൻ വയ്യാത്തൊരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോകളും ഒന്നും ഇടാറില്ലായിരുന്നു. ഇപ്പോഴും എനിക്ക് നോർമലായിട്ടില്ല. കാരണം എൻ്റെ വീട്ടിൽ കൂടെ ഇരുന്ന് നമ്മളാണ് അച്ഛനെ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നത്. എല്ലാവരും നോക്കും, ഞാൻ മാത്രമല്ല നോക്കണമെന്ന് പറഞ്ഞാൽ അപ്പം നമ്മളെ വീട്ടിൽ കൂടെ ആയിരുന്നു അച്ഛൻ. അപ്പം ആ ഒരു വിഷമം എനിക്ക് എന്തായാലും കാണും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ മോളെ അതിന് മുമ്പ് ഞാൻ എൻ്റെ അച്ഛനെ കാണിച്ചു തരാം. അച്ഛനെ നേരത്തെ ഞാൻ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അച്ഛനെ പറ്റി വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛനെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ കാണുന്നവർക്ക് അച്ഛനെ അറിയാം. എന്നാലും അച്ഛനെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ നമ്മളെ കൂടെ ഇല്ലെന്നുള്ള ഒരു വിശ്വാസവും എനിക്കില്ല. ഇപ്പോഴും നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള എനിക്ക് ആ ഒരു ഇത് ഇപ്പോഴും ഉണ്ട്. ഇതാണ് എൻ്റെ അച്ഛൻ. സത്യമാണ്, ഇങ്ങനെ ഒരു അച്ഛനെ ഒരുത്തർക്കും കിട്ടൂല എന്നുള്ള ആണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ അച്ഛൻ അങ്ങനെയാണ്. അത് അച്ഛനെ സ്നേഹിക്കുന്ന മക്കൾക്ക് അച്ഛൻ എല്ലാവരും സ്നേഹിക്കുമെങ്കിലും നമുക്ക് നമ്മളെ അച്ഛൻ അത്രയ്ക്ക് ഒരു ഇതായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് പോയപ്പോഴത്തേക്ക് നമുക്കത് താങ്ങാൻ പറ്റൂല. കാരണം ഇപ്പോഴും എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട് എന്നുള്ള ഇതിലാണ് ഞാൻ ഈ നിമിഷം വരെ. അതിനിടയ്ക്ക് എൻ്റെ മോളെ കല്യാണം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ മോളെ കല്യാണം ജൂലൈ 13-ാം തീയതി ആയിരുന്നു. അപ്പോൾ അത് അച്ഛൻ മരിച്ച് 31-32 അന്ന് ആയിരുന്നു മോളെ കല്യാണം. 32-33 മോളെ കല്യാണം. അത് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. കാരണം 3/4 ആളുകളെയൊക്കെ വിളിച്ച് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിലും നമ്മൾ ചെറിയ രീതിയിൽ അത് കല്യാണം നടത്തി. കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവരും പോയി കൂടൊഴിഞ്ഞ ഒരു കിളിയെ കണക്കുള്ള ഒരവസ്ഥയാണ് എനിക്ക്. അപ്പോൾ അങ്ങനെ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം ഇനി എനിക്ക് ഈ ഒരു ചാനലിൻ്റെ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ മക്കളൊക്കെ വരുമ്പോഴുള്ള ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ എൻ്റെ മോളെ വീഡിയോകളൊന്നും ഇതുവരെയും ഇട്ടിട്ടില്ല. കല്യാണ വീഡിയോകളൊന്നും ഇട്ടിട്ടില്ല. ഇതെൻ്റെ മോളെ സേവ് ദ ഡേറ്റിൽ എടുത്തതാണ്. ഇത് മാത്രമേ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളൂ. ബാക്കി ഞാൻ പിന്നാലെ ഇടാം. അപ്പം എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി എനിക്ക് എല്ലാവരും നല്ലതുപോലെ എന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. കാരണം ഇത് മാത്രമേ ഉള്ളൂ എനിക്കൊരു സന്തോഷം. ഞാൻ സുഖമില്ലാത്ത ഒരു RCC പേഷ്യൻ്റാണ്. അപ്പോൾ എനിക്ക് കൂടുതലും സന്തോഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ്. അതാണ് വീഡിയോകളൊന്നും ഇടാതിരുന്നിട്ട് ഇന്ന് ഞാൻ ഒറ്റയ്ക്കായപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും വീഡിയോകളൊക്കെ ഇടാം. അങ്ങനെയാണ് ഞാൻ വീഡിയോ ഇടാൻ കാരണം. പിന്നെ എൻ്റെ അച്ഛൻ, അത് എന്നും അച്ഛൻ എൻ്റെ കൂടെ കാണും, എനിക്കത് നല്ല ഉറപ്പാണ്.